നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിനിടയിൽ മറ്റൊരു കുറേ ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഒഴിവുണ്ടായിട്ടില്ല നമ്മളതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ, സമയം കിട്ടിയിട്ടുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഇന്നുങ്ങാണ്ട് കുറച്ച് തയ്ക്കാനുണ്ട്, വർക്കുണ്ട്, അത് കൊടുക്കാനുള്ളതാണ്, ഇന്ന് തന്നെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നിന്നതാണ്. അപ്പോൾ എനിക്കൊന്ന് തോന്നി, നമ്മളെ നാട്ടിനെ പറ്റി പറഞ്ഞിട്ട് നമ്മളത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കണം, അതെന്തൊക്കെ ചന്നി കൂടിയിട്ട് വല്ലതും പറയുന്നുണ്ട്, അത് ഏറ്റുപിടിച്ച് നിങ്ങളെല്ലാവരും കൂടെ പിന്നാലെ നടക്കൊന്നും വേണ്ട. ഒരാളല്ലേ പറഞ്ഞിട്ടുള്ളൂ, അയാളെ പറഞ്ഞ് തള്ളിക്കളയണം, അത്രയല്ലേ ഉള്ളൂ. കാരണം അയാൾക്ക് സത്യമായിട്ട് അറിയാം അത് പറഞ്ഞത് കള്ളാണെന്ന്. അത് ആരോ അയാളോട് പറയാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാളെ ആരും കാണാഞ്ഞാൽ അല്ല തിരിഞ്ഞ് നോക്കാഞ്ഞാൽ ഈ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അമ്മിഞ്ഞൊടിക്കുന്ന കുട്ടികളൊക്കെ, അവരൊക്കെ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയുമല്ലോ. ചില സമയത്ത് നമ്മൾ പണിയിലൊക്കെ നിൽക്കുന്ന സമയത്തും അപ്പിടാനുണ്ടായാൽ, പാൽ കുടിക്കാനുണ്ടായാലൊക്കെ അവർ കരഞ്ഞിട്ടാണല്ലോ നമ്മളെ അറിയിക്കുക. എന്ന് പറഞ്ഞാൽ മാര് ആ താന്ത പ്രായമുള്ള ആളല്ലേ, അതിന് ചന്നിയോ അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞിട്ടോ അത് വല്ലതും വിളിച്ച് എവിടെയെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാതിരുന്നാൽ മതി. വിഷയം ആ ആൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഇവിടെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാർക്കും അറിയാം എന്താണ് എങ്ങനെയാണ് ഈ മലപ്പുറത്ത് ഏത് രീതിയിലാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. ഇനിയും 100 ജന്മം ജനിക്കുകയാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ഏത് നാടാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, ഏത് നാട്ടിലാണ് ജനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയാം മലപ്പുറമാണെന്ന്. കാരണം അത്രയും നല്ല നാടാണ് നമുക്കറിയാം. ഒരുപാട് 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 ആൾക്കാരെ ഊട്ടിയിട്ടും പിന്നെ വളർത്തിയിട്ടും അവരെ താങ്ങും തണലായിട്ട് നിന്നിട്ടുള്ളതാണ് മലപ്പുറം. ഇന്നും അന്നും എന്നും ജീവൻ പോലും കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ മലപ്പുറത്തുള്ളത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ചരിത്രത്തേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, അതിനൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാട്ടും പുറത്ത് കിടക്കുന്ന വീട്ടമ്മയായിട്ടുള്ള നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന മാത്രം. എത്രയോ PSC തന്നെ നോക്കിയാൽ അറിയാം. പണ്ട് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു മുസ്ലിംസിന് മലപ്പുറത്ത്. സംഭവം ശരിയാണ്. അപ്പോൾ ആ കാലത്തൊക്കെ PSC ഇഷ്ടംപോലെ വാരിക്കോരി കൊടുത്തിരുന്ന മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഉള്ള ആ ആൾക്കാർ വന്നിട്ട് ഇവിടെ തന്നെ ആയിരുന്നു, നഴ്സിംഗ് ആയാലും ടീച്ചേഴ്സായാലും ഒക്കെ. അപ്പോൾ അവർ ഡോക്ടർമാരും ഒക്കെ ഇവിടെ വന്നിട്ട് തന്നെ താമസിച്ചിരുന്നത്. താമസിച്ച ആൾക്കാർ അല്ല ഭൂരിഭാഗം ആൾക്കാരും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ നാടിനുള്ള ഇഷ്ടം കൊണ്ട് വീടെടുത്ത് സ്ഥലം വാങ്ങി വീട് വച്ച് അവർ ജീവിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം, ഒരു പെരുന്നാളായാലും ഒരു ഓണമായാലും ഒരു വിഷു ആയാലും ഒരു റംസാൻ ആയാലും നമ്മൾ തൊട്ട അയൽവാസി ആരാണ് എന്താണെന്ന് നോക്കൂല. അയൽവാസി എന്നുള്ള മാത്രം നമ്മൾ പരിഗണന വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിൽ എന്താണോ അത് അവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ഉഷാർ തോന്നൂല. എന്താ പറയുക, നമ്മളൊരു ആദത്താണ്, നമ്മളൊരു ശീലമായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ മക്കളും അത് കണ്ട് വളരുകയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും അന്നും എന്നും. അപ്പം ആൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് വെച്ചിട്ട് അത് കേട്ടിട്ട് അയാളങ്ങനെ പിന്നെ എയറിൽ കയറ്റി നടക്കുമ്പം അയാളത് വലിയൊരാളായിപ്പോയി. അതാണ് സംഭവം ഉണ്ടാകുന്നത്. കാരണം കേട്ടത് കേട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അയാൾക്കുള്ള ഡോസായാലും മറുപടി ആയാലും നമ്മൾ കൊടുക്കുമ്പോൾ അയാൾ തന്നെ വളരുന്നത് എന്ന് തോന്നും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളെ നാടിനെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും
എന്താണ് നാട്ടിൻ്റെ നന്മ എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല മറ്റുള്ളവർ. നമ്മൾ പറയുന്നില്ല, എന്നാലും നമ്മളെക്കാൾ കൂടുതൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരും ഇവിടുത്തെ മലപ്പുറത്ത് അനുഭവിച്ചിട്ടുള്ള, മലപ്പുറത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ള, മലപ്പുറത്തിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർ തന്നെയാണ് പറയുന്നത്, നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വാക്കെങ്കിലും നമ്മളതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലേ. അതന്നെ എനിക്കും. ഞാനും അത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ച് ആദ്യം ഇങ്ങനെ കുറച്ച് സമാധാനമില്ല, അവർ സംസാരിക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പാവം ഇയാൾക്ക് തന്നെ ശ്വാസം കിട്ടണില്ലല്ലോ, അപ്പം ഇയാളും ഇങ്ങനത്തെ അവസ്ഥയിലാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്തിനാ മനുഷ്യ ഇല്ലാത്ത ശ്വാസം കിട്ടണിടത്തുനിന്ന് വലിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു കുറ്റങ്ങൾ, പിന്നെ വിഷമൊക്കെ ഇറക്കേണ്ട ആവശ്യം ഇല്ലാത്ത വിഷം, ഇത്രയും കാലം ഉണ്ടായിരുന്ന വിഷങ്ങളൊക്കെ തുള്ളിയായിട്ട് എല്ലാവരും തെറ്റിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചുള്ള വിഷമായിട്ട് അവിടെ കിടന്നാൽ പോരെ, വെറുതെ ഉള്ളത് എടുത്തിട്ട് ഇറ്റിച്ചാലും ഇവിടെ കലങ്ങൂല കേട്ടോ. അതൊന്നും ഞമ്മക്ക് യേശൂല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ഇതിനെ പറ്റിയിട്ട്, മലപ്പുറത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് മലപ്പുറം ഒരു ഹീറോ ആയിട്ട് ഇങ്ങനെ നിൽക്കട്ടെ അല്ലേ, എല്ലാവരും മനസ്സിലും മറന്നു പോകുമ്പോഴത്തേന് തുടങ്ങിക്കോട്ടെ. ഈ റംസാനായാൽ ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. എന്താണ് ആരാന്ന് പറഞ്ഞ്, സുരേന്ദ്രനാ കുടിവെള്ളം ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു തന്താ. അപ്പോൾ അതുപോലെ ഓരോ വിഷയങ്ങളായിട്ട് റംസാൻ കഴിയുമ്പോൾ ഓരോന്നും വരലുണ്ട്. അപ്പം അതിൽ കൂടെ വന്നതാണ് ഇതും എന്ന് വിചാരിച്ചാൽ മതി. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ നമ്മൾ കുറച്ചേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറയേണ്ടവരൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വേറൊരു വീഡിയോസുമായി വരാം. ഇതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.